തൊട്ടുമുമ്പ് നമ്മൾ കണ്ട ചേലക്കരയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണിക്കേണ്ടതുണ്ട്. കാരണം ഈ മഴക്കാലത്ത് ജലപീരങ്കി പ്രയോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത അതിലെ ഒരു വ്യക്തി നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പ്ലേ ചെയ്താൽ പ്രേക്ഷകർക്ക് അത് പിടുത്തം കിട്ടും. അത് ഈ മഴക്കാലത്ത് മാത്രമല്ല, വേനൽക്കാലത്തും പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഇനി പലരും നടത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കും. അപ്പോഴൊക്കെ ജലപീരങ്കി പ്രയോഗിക്കും. ജലപീരങ്കി പ്രയോഗത്തിൽ നിന്ന് ആ പ്രവർത്തകർക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളുള്ളതുപോലെ ആ മഞ്ഞ റെയിൻകോട്ട് ധരിച്ചിരിക്കുന്ന ആളെ നോക്കുക, മഞ്ഞ മഴക്കോട്ട് ധരിച്ചിരിക്കുന്ന ആ ആളെ ശ്രദ്ധിക്കുക. ആളുടെ ചെവിയിലേക്ക് ഒന്നും വെള്ളം കയറുന്നില്ല. ജലപീരങ്കി പ്രയോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അതിശക്തമായി ചീച്ചിയടിക്കുന്ന ആ പീരങ്കി പോലെ തുളച്ചു കയറുന്ന ജലം പലപ്പോഴും ചെവിയിലേക്കൊക്കെ അടിച്ചു കയറി വലിയ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവാറുണ്ട്. ഒപ്പം തന്നെ ഉടുത്തിരിക്കുന്ന മുഴുവൻ വസ്ത്രങ്ങളും നനയും. ഇതാ 90 രൂപ മാത്രം വിലയുള്ള നമ്മുടെ തെരുവോരങ്ങളിൽ ലഭിക്കുന്ന മനോഹരമായ പച്ച, ചുവപ്പ്, മഞ്ഞ, വയലറ്റ് നിറങ്ങളിൽ ലഭിക്കുന്ന റെയിൻകോട്ട് 90 രൂപയിൽ താഴെ മാത്രമേ അതിന് വിലയുള്ളൂ. അത് ധരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ജലപീരങ്കി പ്രയോഗങ്ങൾക്ക് മുമ്പിൽ പോയാൽ ഒന്നും സംഭവിക്കാനില്ല. വളരെ സന്തോഷത്തോടു കൂടി ആഹ്ലാദകരമായി ആ ജലപീരങ്കി അനുഭവം ആസ്വദിച്ചുകൊണ്ട് പ്രകടനം നടത്താമെന്ന് തെളിയിക്കുകയാണ് മഞ്ഞ റെയിൻകോട്ടിട്ട ആ വ്യക്തി.